5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ വീണ്ടും ആഗോളതലത്തിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മിഷനാണ് ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നത്. കോവിഡ് കാലത്തും അതുപോലെ തന്നെ യുദ്ധകാലങ്ങളിലുമൊക്കെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ കേരളത്തിലെത്തിക്കുന്നതിൽ വലിയ പ്രവർത്തനങ്ങളാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഷമ സ്വരാജിൽ തുടങ്ങിയതാണ്. ആ പേര് പറയാതെ പോകാനാകില്ല. ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഉരുക്കു വനിത എന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഉരുക്കു വനിതയായിരുന്നു സുഷമ സ്വരാജ്. വളരെ അവർക്ക് ആർക്കും വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പോലും അവർ പ്രതികരിക്കുന്ന അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ ഇന്ത്യൻ ജനങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. അവരുടെ കാലം മുതലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് വളരെ ഗൗരവമായ മാറ്റമുണ്ടായിരുന്നു. വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ അത് വീണ്ടും അതുപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇറാനിൽ ഉമർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 110 കുട്ടികളെ, അതിൽ 80ഓളം പേർ കാശ്മീരി കുട്ടികളാണ്, ബാക്കിയുള്ളവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അങ്ങനെയുള്ള കുട്ടികളെ വളരെ സുരക്ഷിതമായി അർമേനിയയിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. അർമേനിയയിൽ നിന്ന് അർമേനിയയുടെ അതിർത്തിയിൽ നിന്ന് ദോഹ വഴി ഡൽഹിയിൽ എത്തിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു. ഇനിയും 10,000ഓളം പേരെ ടെഹ്റാനിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. 110 പേരെ കൊണ്ടുവന്നു, 10,000 പേരെ കൊണ്ടുവരാനുണ്ട്. അതിനിടയിൽ ടൂർ പോയ ഒരു മലയാളി സംഘം അവിടെ കുടുങ്ങിപ്പോയി എന്നുള്ള വാർത്തയും നമുക്ക് വരുന്നുണ്ട്. എന്തായാലും പക്ഷെ അവർക്ക് ഭീതിപ്പെടാനൊന്നുമില്ല. ഈ ആളുകളെ മാറ്റാൻ പറയുന്നത് തീർച്ചയായിട്ടും ടെഹ്റാനിൽ നിന്ന് ആളുകളെ മാറ്റണമെന്ന് ടെൽ അവീവിൽ നിന്നുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. അത് ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രി പറയുന്നു ആളുകളെ മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും ടെഹ്റാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ 10,000 പേരാണ് ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുന്നതെങ്കിൽ 1 കോടിയിൽ പരം ആളുകളാണ് ട്രാഫിക് ജാം ഉൾപ്പെടെ ഉണ്ടാക്കി അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെഹ്റാനിൽ നിന്ന് സിവിലിയൻസ് ആയിട്ടുള്ളവർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകരായി ജോലി ചെയ്യുന്നവർ, മറ്റ് ജോലികളിൽ എടുക്കുന്നവർ, ടൂറിസ്റ്റുകളായി പോയവർ, അങ്ങനെ 10,000കണക്കിന് ആളുകളാണ് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളെ കൂടി ഒഴിപ്പിച്ചിട്ടാണല്ലോ ഈ സംഘർഷം ഉണ്ടാകുന്നതെന്ന് അത്രയെങ്കിലും സമാധാനം. യുദ്ധം വേണമെന്നല്ല, പക്ഷെ അത്രയെങ്കിലും നമുക്ക് സമാധാനിക്കാം. ബാക്കി ആളുകളെ, സിവിലിയന്മാരെ എന്തായാലും ഉപദ്രവിക്കുന്നില്ലല്ലോ. അതുപോലെ ടെൽ അവീവിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളോടും മാറിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്തു നിന്നും, ടെൽ അവീവിൽ നിന്നും അതുപോലെ തന്നെ ടെഹ്റാനിൽ നിന്നും നമ്മുടെ ആളുകളെ ഉൾപ്പെടെ നമ്മുടെ 10,000കണക്കിന് ആളുകളെയും അതുപോലെ മറ്റ് രാജ്യങ്ങളെ ആളുകളെയും ഒഴിപ്പിക്കുന്നതിനുള്ള വലിയ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് 2ാമത്തെ പ്രോഗ്രാം ചെയ്യുന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ചെയ്തു. സിന്ദൂരവുമായി ബന്ധപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂരം നമ്മൾ ചെയ്തു. പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം, പാകിസ്ഥാനെതിരെ എന്നല്ല, ഭീകരവാദത്തിനെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിജയകരമായി. നമ്മളെ ആളുകൾ 59 രാജ്യങ്ങളിലായി 32 MP-മാർ പോയി ഇതൊക്കെ വിശദീകരിച്ച്, ശശി തരൂർ അടക്കമുള്ള ജോൺ ബ്രിട്ടാസ് ഉള്ള കനിമൊഴിയൊക്കെ പോയി വലിയ രീതിയിൽ നമ്മൾ ലോകത്ത് വലിയ കയ്യടിയൊക്കെ വാങ്ങി. അതുപോലെ കാനഡയുമായിട്ടുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം വളരെ ശക്തമായി വരുന്നു. G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ, കാനഡയിൽ നടക്കുന്ന സമ്മേളനത്തിന് ആദ്യം മോഡിയെ വിളിച്ചില്ല, ഇപ്പോൾ പക്ഷേ അവസാനം മോഡിയെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും മോഡിയെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ മിഷനുകൾ വളരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലാണ് പ്രകീർത്തിപ്പിടിക്കുന്നത്, പ്രശംസ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ കൊടുത്തിട്ടുള്ള മെസ്സേജ്, പിന്നെ ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ ആകുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയുന്ന തോതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പലപ്പോഴും പല ഗവൺമെൻറ്റുകളുടെ കാലത്തും വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ കുടുങ്ങിപ്പോയവർ വരാൻ കഴിയാതെ വേദനയോടുകൂടി നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏത് രാജ്യത്ത് എന്ത് ദുരന്തമുണ്ടായാലും നമ്മുടെ ആളുകളെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കുന്നതിൽ വളരെ വളരെ നല്ല കണ്ണിലെണ്ണയൊഴിച്ചുള്ള ഒരു പ്രവർത്തനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുണ്ടാകുന്നത്. എനിക്ക് വ്യക്തിപരമായി തന്നെ ഒരു അനുഭവമുണ്ട്. ഒരാളിൻ്റെ പാസ്പോർട്ടിൽ പേര് തെറ്റിപ്പോയത്, പാസ്പോർട്ട് പുതുക്കുമ്പോൾ പേര് തെറ്റിപ്പോയതിൻ്റെ പേരിൽ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വിസ പിടിച്ചു വെച്ചു. പക്ഷേ ഈ വിവരം ഞാൻ ഇലക്ഷൻ സമയത്തായിട്ട് പോലും, അന്ന് അദ്ദേഹം മന്ത്രി പോലുമല്ല, വി മുരളീധരൻ്റെ PA അറിയിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ മന്ത്രി പിന്നെയാണ് അദ്ദേഹം മാറുന്നത്, മന്ത്രിയാണ്, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രോസസ്സ് നടക്കുകയും ഡൽഹിയിൽ നിന്ന് ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുകയും പാസ്പോർട്ടിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത് കേരളത്തിലുള്ള അമേരിക്കയിൽ താമസിച്ച എൻ്റെ സുഹൃത്തിന് വളരെ സുരക്ഷിതമായി നിൽക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കിത് നേരിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായി വിദേശകാര്യ വകുപ്പ് ഇത് കൈകാര്യം ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ ഇപ്പോഴിതാ
ടെഹ്റാനിൽ നിന്ന്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കുന്നു. ഇനിയും കുറേ ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുണ്ട്. എന്തായാലും അവരെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ സുരക്ഷിതമായി കൊണ്ടുവരും. മാത്രമല്ല ഡൽഹിയിൽ വന്നവരെ അതാത് സ്റ്റേറ്റിൽ പോകുന്നതിനുള്ള അതാത് സ്റ്റേറ്റിലെ ആളുകളും വരുന്നു. അപ്പോൾ ഇറാൻ അംബാസഡറും ടെൽവീവിലെ ഇറാനിലുള്ള ഇന്ത്യൻ അംബാസഡറും ഇസ്രായേൽ ഇന്ത്യൻ അംബാസഡറും വളരെ ശക്തമായ കയ്യടി കിട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യ ഈ രംഗത്ത് വളരെ മനോഹരമായ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. തിരിച്ചു വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ജീവിത വിജയാശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ധു.